രണ്ടാഴ്ച കഴിഞ്ഞു. രാവിലെ 11 മണിയായി കാണും. ക്ലാസ് ടൈമിൽ പ്യൂൺ ശങ്കരൻ ചേട്ടൻ വന്ന് ഫിലോമിന മിസ്സിനോട് എന്തോ പറയുന്നു. ഫർസാനെ ഹെഡ് മിസ്ട്രസ് വിളിക്കുന്നു. ഫിലോമിന മിസ് പറഞ്ഞു, എന്തായാലും മോള് പോയി സിസ്റ്ററെ കണ്ടിട്ട് വരും. എൻ്റെ നെഞ്ച് പടപടാന്നിടിക്കാൻ തുടങ്ങി. തെല്ലൊരു ഭയത്തോടെ എച്ച് എം ആൻ അഗസ്റ്റിൻ്റെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു. സാധാരണ കുഴപ്പക്കാരെയാണല്ലോ എച്ച് എം വിളിപ്പിക്കുന്നത്. എന്താവും? നെഞ്ച് തെല്ലൊന്നിടിച്ചുകൊണ്ടിരുന്നു. കാലുകൾ മുന്നോട്ട് പോവാത്തതുപോലെ. പെട്ടെന്ന് ധൈര്യം സംഭരിച്ചുകൊണ്ട് കാലുകൾ വലിച്ചു വെച്ച് നടന്നു. വഴിയിൽ കെമിസ്ട്രി പഠിപ്പിക്കുന്ന രമ മിസ് നിൽക്കുന്നു. ഫർസാനെ എച്ച് എം അന്വേഷിക്കുന്നുണ്ടല്ലോ, എന്താ കുഴപ്പം വല്ല ഒപ്പിച്ചോ? ഞാൻ സംഭരിച്ച ധൈര്യമെല്ലാം ചോർന്നുപോയി. രമ മിസ് ചിരിച്ചുകൊണ്ട്, മോളെ പേടിക്കണ്ട, കുഴപ്പമുള്ള കാര്യത്തിനൊന്നും അല്ലെന്ന് തോന്നുന്നു. രമ മിസ് ക്ലാസ്സിനെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. ഞാൻ എച്ച് എമ്മിൻ്റെ ഓഫീസിൻ്റെ 10 അടി മുമ്പിൽ നിൽക്കുന്നു. കാലുകൾ മുന്നോട്ട് ചലിക്കുന്നു. എല്ലാം വളരെ യാന്ത്രികമായി തോന്നി. സിസ്റ്ററിൻ്റെ ക്യാബിന് മുന്നിലെത്തിയതും വീണ്ടും നെഞ്ചിടിപ്പ് കൂടിയതായി തോന്നി. എന്തും വരട്ടെ, ഞാൻ മനസ്സിൽ പറഞ്ഞു. എച്ച് എമ്മിൻ്റെ ക്യാബിൻ്റെ ഹാഫ് ഡോർ ചെറുതായി തുറന്ന് മേ ഐ കമിൻ സിസ്റ്റർ എന്ന് വിറക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു. സിസ്റ്റർ അകത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. ഞാൻ അടുത്തേക്ക് ചെന്നു. സിസ്റ്റർ മേശയുടെ ഡ്രോ തുറന്ന് ഒരു കത്തെടുത്ത് മേശപ്പുറത്ത് വെച്ചു. പടച്ചോനെ, എന്തായിരിക്കും അത്? ഞാൻ ഉള്ളിൽ പറഞ്ഞു. പെട്ടെന്ന് കത്തിലേക്ക് പാളി നോക്കിയപ്പോൾ UAE സ്റ്റാമ്പ് പതിച്ചത് വ്യക്തമായി കണ്ടു. ഒന്നുകൂടി നോക്കിയപ്പോൾ ഫർസാന എന്ന് ഞാൻ വായിച്ചു. ഇത് ഷെരീഫ് കയുടെ കത്തായിരിക്കുമോ? അതെ, ഇത് ഷെരീഫ് കയുടെ കത്ത് തന്നെ. സിസ്റ്റർ എന്നോട് വിശേഷമെല്ലാം തിരക്കിയപ്പോൾ ഞാൻ ഉണ്ടായ സംഭവമെല്ലാം പറഞ്ഞു. സിസ്റ്റർ എൻ്റെ ചുമലിൽ ചെറുതായി അടിച്ചുകൊണ്ട് ചിരിച്ചു. ഉടൻ തന്നെ ഗൗരവഭാവത്തിൽ എന്നോട് പറഞ്ഞു, ഫർസാന, ഇപ്രാവശ്യത്തേക്ക് ഓക്കെ, ഇനി കത്ത് വീട്ടിലേക്ക് അയക്കാൻ പറഞ്ഞ മിക്കാക്കയോട്. ഫർസാനയ്ക്ക് തോന്നിയ പോലെ നമ്മുടെ പല കുട്ടികൾക്കും തോന്നാം. എല്ലാ കുട്ടികൾക്കും ഇതുപോലെ ഗൾഫിൽ നിന്ന് കത്തും സമ്മാനങ്ങളും വരുത്താൻ സാധിക്കുകയില്ലല്ലോ. ഇനി ഇത് ആവർത്തിക്കരുത്. സോറി സിസ്റ്റർ, ഞാൻ പറഞ്ഞു. എന്നാൽ ശരി മോളെ, ക്ലാസ്സിൽ പോയിക്കോളൂ. ഉഴപ്പാതെ പഠിക്കണം കേട്ടോ, സിസ്റ്റർ പറഞ്ഞു. അന്ന് ഭക്ഷണ സമയത്ത് ഞങ്ങൾ ഷെരീഫ് കാക്ക എഴുതിയ കത്ത് വായിച്ചു. രേഷ്മയും മറിയയും ഒപ്പമുണ്ട്. ഇക്കാക്ക പറഞ്ഞ പോലെ ഒരു ചെറിയ കവിതയുമുണ്ട്. വേഴാമ്പലിനെ കുറിച്ചുള്ള കവിതയാണ്. രേഷ്മ അത് ഈണത്തിൽ പാടാൻ ശ്രമിച്ചു. ചെറിയ ഒരു ഈണമൊക്കെ ഉണ്ടായിരുന്നു അവളുടെ ആലാപനത്തിന്. അച്ഛൻ വരുന്നതും കാത്ത് കൂട്ടിലിരിക്കുന്നു അമ്മയും കുഞ്ഞുങ്ങളും. അച്ഛൻ കാട്ടിൽ ഭക്ഷണം തിരഞ്ഞുപോ, എത്തിടാനെന്ത് ഇത്ര താമസം. അല്പനേരം കഴിഞ്ഞച്ഛനെത്തിടും നേരം ആഹ്ലാദ ചിത്തരായി പെൺവേഴാമ്പലും കുഞ്ഞുങ്ങളും. ആഹാരം കൊക്കിലെടുത്ത് കുഞ്ഞുങ്ങളെ ഊട്ടിടും നേരം. സംതൃപ്തി തൻ ലോകം തിരിച്ചറിഞ്ഞിടും ആൺവേഴാമ്പൽ. സംതൃപ്തി തൻ ലോകം തിരിച്ചറിഞ്ഞിടും ആൺവേഴാമ്പൽ. രമ ഈണത്തിൽ പാടി നിർത്തിയപ്പോൾ കൂട്ടുകാരികൾ കൈയടിച്ച് അവളെ അഭിനന്ദിച്ചു. കുട്ടികളെ, ശബ്ദമുണ്ടാക്കല്ലേ. ഫിലോമിന മിസ് ക്ലാസിൻ്റെ വാതിൽക്കൊന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോയി. ഉടൻ എല്ലാവരും ശബ്ദമുണ്ടാക്കാതെ കത്തിൻ്റെ ബാക്കി ഭാഗം വായിച്ചു തീർത്തു. വളരെ രസകരമായി എഴുതാൻ ഇക്കാക്ക ശ്രദ്ധിച്ചിരിക്കുന്നു. പഠിക്കുന്നതിനെക്കുറിച്ച് ഒരു പരാമർശം പോലുമില്ല. ഫോർട്ട് കൊച്ചിയിലെ പ്രഭാത സവാരികളും വിദേശ യാത്രക്കാരും അവിടുത്തെ കലാപ്രവർത്തനങ്ങളും എല്ലാം അതിൻ്റെ ഇതിവൃത്തമായി വന്നു. എൻ്റെ കൂട്ടുകാരികളായ മറിയയും രേഷ്മയെയും കൃത്യമായി അന്വേഷിച്ചിട്ടുമുണ്ട്. എന്തായാലും ക്ലാസ്സിലെ കുട്ടികളെല്ലാം ശരിവെച്ചു. ഫർസാനയുടെ ഇക്കാക്ക എഴുതിയതുപോലെ എഴുതാൻ ആർക്കും പറ്റില്ല. ഞാൻ തെല്ലുന്ന അഭിമാനത്തോടെ എല്ലാവരെയും നോക്കി.